ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ ഒരു പുതിയ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പം നമ്മൾ സെറ്റ് എക്സാമിന് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തിട്ട് അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ഏരിയകളാണ് കൂടുതലായിട്ടും എടുത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ പോർഷനുകൾ പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ സെക്ഷനുകൾ തീരുമ്പോൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് തീരുമ്പോൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ റിസർച്ച് മെത്തഡോളജിയുടെ മറ്റൊരു ഏരിയ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച്. ഒരു നല്ല റിസർച്ചിന് എന്തെല്ലാം ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫീച്ചേഴ്സിന് ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സിന് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും എന്താണ് സെയിം തന്നെയാണ്. എന്താണ് ഒരു നല്ല റിസർച്ചിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ദ റിസർച്ച് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക് എന്ന വേർഡ് മാത്രമായിരിക്കും പറയുന്നത്. റിസർച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിസ്റ്റമാറ്റിക് ആക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? അതായത് എവറി റിസർച്ച് ഫോളോ എ certain set of procedure. അതായത് എല്ലാ റിസർച്ചും ഒരു certain set of procedures ഫോളോ ചെയ്യുന്നത് ആയിരിക്കണം. അതായത് നമുക്കറിയാം റിസർച്ചിന് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. റിസർച്ചിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് അതുപോലെ എന്താണ് ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ എല്ലാ റിസർച്ചുകളും ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത് റിസർച്ച് ഷുഡ് ബി എന്തായിരിക്കണം? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതായത് എവറി റിസർച്ച് ഷുഡ് ഫോളോ എ certain set of procedure. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റിസർച്ച് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. ഇനി അടുത്താണ് റിസർച്ച് ഷുഡ് ബി ഫ്രീ ഫ്രം ദ പേഴ്സണൽ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ റിസർച്ചർ. റിസർച്ചറുടെ പേഴ്സണൽ വാല്യൂസ്, അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ബിലീഫ്സ്, ഇതൊന്നും റിസർച്ചിനകത്ത് വരാൻ പാടില്ല. റിസർച്ചിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ടോപ്പിക്കാണോ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലത്തിനാണോ സൊല്യൂഷൻ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റി ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് റിസർച്ചറുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനും ബിലീഫ്സും വെച്ച് അല്ലെങ്കിൽ അയാളുടെ പ്രെജുഡിസ് വെച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. എന്താണോ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് അതിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഫൈൻഡ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അതുകൊണ്ട് തന്നെ റിസർച്ച് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. അങ്ങനെയും തരാം. ഇനി അടുത്താണ് റിസർച്ച് ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ്. റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എന്തുണ്ടായിരിക്കാൻ പാടില്ല? എറേഴ്സ് ഉണ്ടായിരിക്കാൻ പാടില്ല. എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ഉണ്ടായിരിക്കരുത്. അതായത് ആക്യുറേറ്റ് ആയിരിക്കണം. റിസർച്ച് ഷുഡ് ബി ആക്യുറേറ്റ്. റിസർച്ച് ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Good research is logical. In another words, it is governed by the rules of logical reasoning. അതായത് റിസർച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലോജിക്കൽ ആയിരിക്കണം. ലോജിക്കൽ, അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് എന്താണ് ചിന്തിക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കണം. ലോജിക്കലി എന്തായിരിക്കണം? അത് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഗവേൺ ചെയ്തേക്കുന്ന റൂൾസും, അതായത് ലോജിക്കൽ റീസണിങ് ഗവേൺ ചെയ്തേക്കുന്ന റൂൾസ് റെഗുലേഷൻസും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് അതുകൊണ്ട് തന്നെ എന്ത് പറയണം? റിസർച്ച് ഷുഡ് ബി ലോജിക്കൽ. നമ്മൾ ആദ്യം പറഞ്ഞു റിസർച്ച് ഷുഡ് ബി സിസ്റ്റമാറ്റിക്, റിസർച്ച് ഷുഡ് ബി ഒബ്ജക്റ്റീവ്, റിസർച്ച് ഷുഡ് ബി ആക്യുറസി. എന്താണ്? റിസർച്ച് ഈസ് എ ലോജിക്കൽ. റിസർച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലോജിക്കൽ ആയിരിക്കണം. ഗുഡ് റിസർച്ച് ഷുഡ് ബി റിയലിസ്റ്റിക്. ഗുഡ് റിസർച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കണം? റിയലിസ്റ്റിക് ആയിരിക്കണം. ഗുഡ് റിസർച്ച് മസ്റ്റ് ബി അല്ലെങ്കിൽ ഷുഡ് ബി റിയലിസ്റ്റിക്. ഇറ്റ് ഷുഡ് ഡീൽസ് വിത്ത് സം റിയൽ പ്രോബ്ലംസ് ഓഫ് ദി വേൾഡ്. വേൾഡിൽ നടക്കുന്ന റിയൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൊല്യൂഷൻ കണ്ടെത്തണം. അതായത് റിയൽ പ്രോബ്ലംസ്, അതായത് ആക്ച്വലി സംഭവിച്ചിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ സംഭവിക്കുന്ന പ്രോബ്ലംസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനും അതിന് വേണം നമ്മൾ എന്ത് കണ്ടെത്താനായിട്ട്? സൊല്യൂഷൻ കണ്ടെത്താൻ. അതുകൊണ്ട് തന്നെ റിസർച്ച് ഷുഡ് ബി റിയലിസ്റ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ റിസർച്ച് ഷുഡ് ബി ക്രെഡിബിൾ. ക്രെഡിബിൾ ആയിരിക്കണം. അതിൻ്റെ അകത്ത് റിസർച്ച് എന്തായിരിക്കണം? ക്രെഡിബിൾ ആയിരിക്കണം. അതിന് വാല്യൂ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ കണ്ടെത്തുന്ന ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്രെഡിബിൾ ആയിരിക്കണം. It should be valid. നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കണം?
മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം, കറക്റ്റ് ലോജിക്കലായിരിക്കണം, ട്രൂത്ത് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. റിസർച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ കണ്ടെത്തുന്ന വാല്യൂ, നമ്മൾ കണ്ടെത്തുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം റിസർച്ചിന്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റിസർച്ച് എന്താണ്? സിസ്റ്റമാറ്റിക് ആയിരിക്കും, അത് ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ എന്താണ്? റിസർച്ചറുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ്, അയാളുടെ വാല്യൂസ്, അയാളുടെ ബിലീഫ്സ് ഒന്നും ഇതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. പ്രജുഡിസ് ആകരുത്. ആരെന്ന് പറയുന്നത്? റിസർച്ചർ എന്ന് പറയുന്നത് മുൻവിധിയോടുകൂടി റിസർച്ച് നടത്താൻ പാടില്ല. പിന്നെ എന്താണ്? റിസർച്ച് ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. റിസർച്ച് എന്ന് പറയുന്നത് ലോജിക്കൽ ആയിരിക്കണം റിസർച്ച്. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ക്രെഡിബിൾ. റിസർച്ച് എന്ന് പറയുന്നത് ക്രെഡിബിൾ ആയിരിക്കണം. റിസർച്ചിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് കൺട്രോളബിൾ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ചെയ്ത് അങ്ങ് പോകുന്ന ഒരു രീതി ആയിരിക്കും. നമ്മൾ എടുക്കുന്ന സാമ്പിൾസ്, നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോപ്പുലേഷൻ. യൂണിവേഴ്സിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എത്രത്തോളം ഏരിയ ആണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരെയാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്, ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും ആയിരിക്കണം. പിന്നെന്താണ്? വാലിഡ് ആയിരിക്കണം. നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കണം, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഇതിന്റെ അത് ചോദിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ ഓഫ് റിസർച്ച്? റിസർച്ചിന്റെ ക്യാരക്ടർ അല്ലാത്തത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക. എന്നിട്ട് അതല്ലാതെ വരുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക? പിക്ക് ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. സെറ്റിന് ഇമ്പോർട്ടന്റ് ആണ് ഒരു നല്ല റിസർച്ചിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. നമ്മൾ ടൈപ്സ് പറഞ്ഞു, റിസർച്ച് എന്താണെന്ന് പറഞ്ഞു, റിസർച്ചിന്റെ ടൈപ്സ് പറഞ്ഞു, റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ റിസർച്ച്. നമുക്ക് സെറ്റ് എക്സാമുകൾക്ക് സ്റ്റെപ്പുകൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടിയും സ്റ്റെപ്പിന്റെ ഓർഡറുകൾ, സ്റ്റെപ്സിൽ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. പക്ഷെ നെറ്റ് എക്സാമുകൾക്കൊക്കെയാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് ഇത് ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. നമുക്ക് ചോദിക്കാറുണ്ട്, ഓർഡർ ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് സ്റ്റെപ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക, ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം. കറക്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും അത് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിസർച്ചിന്റെ പാതി സോൾവ് ആയി എന്നാണ് പറയുന്നത്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ തന്നെ റിസർച്ച്, അതായത് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം, നമ്മൾ റിസർച്ചർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏരിയയിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ റിസർച്ചിന്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ, അല്ലെങ്കിൽ എന്താണ്? ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുക? ഫോർമുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് റിവ്യൂ ദ ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെ റിവ്യൂ ദ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഈ ടോപ്പിക്കിൽ ആരെങ്കിലുമൊക്കെ സ്റ്റഡി നടത്തിയിട്ട്, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളിൽ ആരെങ്കിലുമൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരിക്കും, അവരതിൻ്റെ റിപ്പോർട്ടുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും, ജേർണലുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റിവ്യൂ ചെയ്യും. എന്താണ് അവരുടെ ഫൈൻഡിങ്സ്, എന്താണ് അവരിതിൽ സ്റ്റഡി നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റഡി നടത്തും, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോസിസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് നൾ ഹൈപ്പോസിസ്. ഹൈപ്പോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെന്റേറ്റീവ് അസംഷൻ. അതായത് നമ്മളുടെ സ്റ്റഡിയെ ഇന്നതായിരിക്കുമെന്ന് നമ്മൾ അസംഷൻ നടത്തും. അതായത് ദർ ഈസ് നോ സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അസ്യൂം ചെയ്യുകയാണ്. ഇവ തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കില്ല. നമുക്കറിയാം രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്. ഈ വേരിയബിൾസ് എന്തൊക്കെയാണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നൊക്കെ വേരിയബിൾസിന്റെ മൊഡ്യൂൾ വരുമ്പോൾ നമ്മൾ പഠിക്കും. അതായത് ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വേരിയബിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വമേധയാ നിൽക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വേരിയബിൾ ആണ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതുപോലെ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഹൈപ്പോസിസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഹൈപ്പോസിസ് രണ്ട് തരത്തിലുണ്ട്, നൾ ഹൈപ്പോസിസും ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസും ഉണ്ട്. നൾ ഹൈപ്പോസിസ് അല്ലാത്ത മറ്റെല്ലാ ഹൈപ്പോസിസുകളെയും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസുകൾ എന്നാണ് പറയുന്നത്.
അപ്പൊ നമുക്ക് വർക്കിംഗ് ഹൈപ്പോസിസ്, അതായത് ഹൈപ്പോസിസ് ഡെവലപ്പ് ചെയ്യും. നമ്മളുടെ സ്റ്റഡിയിൽ ഉണ്ടാകുന്ന അസംഷൻ എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി ആ സ്റ്റഡിയെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കൺക്ലൂഷനെ നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. അത് നമ്മൾ എന്തായാലും ഹൈപ്പോസിസ് ഫോർമാറ്റിൽ എഴുതും. ദർ ഈസ് നോ സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതും. അതായിരിക്കും നമ്മുടെ നൾ ഹൈപ്പോസിസ്. അതുപോലെ തന്നെ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എഴുതും. ദർ ഈസ് എ ഡിഫറൻസ്, അല്ലെങ്കിൽ ദർ ഈസ് നോ എന്ന് പറഞ്ഞാണ് നമ്മൾ നൾ എഴുതും. ദർ ഈസ് എ ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് എഴുതും. എന്നിട്ട് അത് നമ്മൾ എഴുതി വെക്കും. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ആ അസംഷൻ എന്താണെന്ന്. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം എന്താണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. രണ്ടാമത് ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തിയത് നമ്മൾ റിവ്യൂ ചെയ്യും, റിവ്യൂ ഓഫ് ദി ലിറ്ററേച്ചർ. തേർഡ് വൺ നമ്മൾ എന്ത് ചെയ്യും, വർക്കിംഗ് ഹൈപ്പോസിസ് അല്ലെങ്കിൽ ഹൈപ്പോസിസ് നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. നാലാമതാണ് പ്രിപ്പറേഷൻ ഓഫ് ദ റിസർച്ച് ഡിസൈൻ. നമുക്കറിയാം റിസർച്ച് ഡിസൈനിനകത്ത് എപ്പോൾ ഈ പ്രോജക്ട് അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് ഈ തീസിസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും, എത്ര ടൈം നമുക്ക് ഇതുണ്ട് തീർക്കാൻ വേണ്ടി, എത്ര ടൈം ഉണ്ട്, ഏത് രീതിയിലാണ് നമ്മൾ ഏത് രീതിയിൽ നമുക്ക് ഇൻഫർമേഷനുകൾ കളക്ട് ചെയ്യാൻ പറ്റും, ഏത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിൻ്റെ അകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നത്. റിസർച്ച് ഡിസൈൻ ഒരുപാട് ടൈപ്സ് ഉണ്ട്. റിസർച്ച് ഡിസൈനിന്റെ തന്നെ ഒരു വീഡിയോ നമ്മൾ മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും. റിസർച്ച് ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസർച്ച് ഡിസൈൻ ഒക്കെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷെ സെറ്റിന് അങ്ങനെ ചോദിച്ചിട്ടില്ല എങ്കിലും നമ്മൾ റിസർച്ച് ഡിസൈനും അതുപോലെ തന്നെ സാമ്പിൾ ഡിസൈനിന്റെയും ഒരു വീഡിയോ കൂടി ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അടുത്താണ് ഡിറ്റർമിനിങ് ദ സാമ്പിൾ ഡിസൈൻ. നമുക്കറിയാം നമ്മൾ സ്റ്റഡി നടത്തുന്ന ഹോൾ ഏരിയയെ നമ്മൾ പറയുന്നത് പോപ്പുലേഷൻ എന്നാണ്. നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായ കോവിഡ് രോഗികൾ, അതായത് ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം അവർക്കുണ്ടായ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ്, അതായത് കോവിഡ് വാക്സിൻ എടുത്തതിന് ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ സ്റ്റഡി നടത്താൻ പോവുകയാണ്. പക്ഷെ നമുക്ക് ഇന്ത്യ മൊത്തത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് വരുന്നുണ്ട് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി നമ്മൾ കുറച്ച് മാത്രം എടുത്തിട്ടായിരിക്കും സ്റ്റഡി നടത്തുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ അബൌട്ട് ദി എൻറ്റയർ പോപ്പുലേഷൻ ബൈ എക്സാമിൻ ഓൺലി യുവർ പാർട്ട് ഓഫ് ഇറ്റ്. അതായത് എൻറ്റയർ പോപ്പുലേഷൻ, മൊത്തം പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പാർട്ട് മാത്രം നമ്മൾ എടുത്തിട്ട് അതിനെപ്പറ്റി സ്റ്റഡി നടത്തുകയും അതിനെപ്പറ്റി എക്സാമിൻ ചെയ്യുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് പാർട്ട് എടുത്ത് സ്റ്റഡി നടത്തിയിട്ട് ഹോളിനെ നമ്മൾ എന്ത് ചെയ്യും, ആ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് പറയും. അപ്പം ഡിറ്റർമിനിങ് ദ സാമ്പിൾ ഡിസൈനും ഒരുപാട് ടൈപ്സ് ഉണ്ട്. അത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിൾ എടുക്കാനായിട്ട് പറ്റും. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാമ്പിളിംഗ് ഉണ്ട്. റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, കോട്ട സാമ്പിളിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ സാമ്പിൾ ഡിസൈൻ എന്താണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്താണ് ആറാമത്താണ്. അപ്പോൾ സാമ്പിൾ എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കളക്ടിങ് ദ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. നമ്മൾ ഇൻഫർമേഷനുകൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും. ഡേറ്റ രണ്ട് രീതിയിലുണ്ട്. എന്തുണ്ട്, പ്രൈമറി ഡേറ്റ ഉണ്ട്, സെക്കൻഡറി ഡേറ്റ ഉണ്ട്. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഹാൻഡ് സോഴ്സ്, അതായത് നമ്മൾ തന്നെ പോയി വിവരങ്ങൾ അന്വേഷിച്ച് എഴുതി തയ്യാറാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തി എന്ത് ചെയ്യുകയാണ്, അതിൽ നിന്ന് നമുക്കൊരു ആൻസർ കിട്ടും. ഇതൊക്കെ നമ്മുടെ പ്രൈമറി ഡേറ്റ ആണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പബ്ലിഷ് ചെയ്ത ഒരു മാഗസീനിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നിന്ന്, വീഡിയോ റെക്കോർഡിൽ നിന്ന്, ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ട് ഡേറ്റാസ് എടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഏഴാമത്തെ സ്റ്റെപ്പ് അനലൈസിങ് ദ ഡേറ്റ. നമുക്ക് കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത് എന്ത് ഫോമിലായിരിക്കും, റോ ഡേറ്റ ആയിരിക്കും. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല, കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തായിരിക്കില്ല. ഒരുപാട് ഡേറ്റാസ് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് അത് ടാബുലാർ ഫോമിലാക്കിയൊക്കെ നമുക്ക് അത് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് അത് എന്തിലേക്കായി, നോളജബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ഇതാണ് എന്ന് പറയുന്നത് അനലൈസിസ് ഓഫ് ഡേറ്റ. അതിനടുത്ത് വന്നാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അസംഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൈപ്പോത്തിസിസ് ഇന്നതാണ് എന്നുള്ളത്. അത് ടെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ കിട്ടിയതിന് ശേഷം, ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അതുപോലെ തന്നെ അനോവ, അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്ക്വയർ ടെസ്റ്റ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കണ്ടെത്താനായിട്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കൂടെ അതിൻ്റെ അകത്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻ്റെ അകത്ത്
പറയുന്നുണ്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യുകയാണ്. ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരുപാട് ടെസ്റ്റിംഗ് മെത്തേഡുകളുണ്ട്. അത് ഏതെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ഹൈപ്പോസിസ് കണ്ടോ എന്നാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലായിട്ട് ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹൈപ്പോസിസ് നമ്മൾ എന്ത് ചെയ്യുവാണ്, ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച അസംഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് എവിടെ കിട്ടും, ഈ ഹൈപ്പോസിസ് ടെസ്റ്റിങ്ങിനകത്ത് മനസ്സിലാകും. അടുത്താണ് ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ആഫ്റ്റർ നമ്മൾ ഇത്രയും ചെയ്ത് നമ്മൾ ഈ ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ജനറലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യണം. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി, അത് അനലൈസ് ചെയ്തു, ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്തു, അതിനുശേഷം നമ്മളിത് ജനറലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഇതിനെ ഫുൾ ആയിട്ട് എക്സാമിൻ ചെയ്ത് ഇതിനൊരു സൊല്യൂഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ റിസർച്ച് നടത്തി എന്നുള്ളതിന്റെ മുഴുവനായിട്ടുള്ള ഫൈൻഡിങ്സ്, അതിന്റെ കൺക്ലൂഷൻസ്, ഫുൾ പോർഷനുകൾ എവിടെ വരും, നമ്മൾ ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള സ്റ്റെപ്പിനകത്ത് വരും. നമ്മൾ എക്സാമിൻ ചെയ്ത് അതിനൊരു റിസൾട്ട് കണ്ടെത്തുകയാണ്. ലാസ്റ്റ് വണ്ണാണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു റിപ്പോർട്ട് ഫോർമാറ്റിലേക്ക് എഴുതുവാണ്. നമുക്കറിയാം പ്രൊജക്റ്റ് ഒക്കെ എംകോമിനൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് നമ്മൾ PGക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്റ്റിനകത്ത് നമുക്കറിയാം എന്താണ് നമ്മൾ ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തുണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി, പിന്നെ എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, പിന്നെ അതുപോലെ തന്നെ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, അങ്ങനെ പറഞ്ഞൊരു സ്റ്റെപ്പ് തന്നെയുണ്ട്. അപ്പം അത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തീസിസ് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു റിസൾട്ടിനെ അതായത് ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് റിസൾട്ട് ഉണ്ടായിടം വരെയുള്ള കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് ഫോർമാറ്റിലേക്ക് നമ്മൾ എഴുതും. റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. റിസർച്ച് അല്ലെങ്കിൽ എന്താണ് PGക്കൊക്കെ പ്രൊജക്ട് ചെയ്തവർക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇത്രമാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അതിനെപ്പറ്റി നേരത്തെ നടത്തിയ സ്റ്റഡികൾ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ നടത്തി, അതിനുശേഷം നമ്മൾ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, റിസർച്ച് സാമ്പിൾ ഡിസൈൻ ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് വൺ ഡേറ്റകൾ കളക്ട് ചെയ്തു, അതിനുശേഷം ആ ഡേറ്റ അനലൈസ് ചെയ്തു, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഈ ഇൻഫർമേഷനുകളെല്ലാം ജനറലൈസ് ചെയ്ത് ഇന്റർപ്രിട്ടേഷൻ നടത്തി റിസൾട്ട് കണ്ടെത്തി. ഈ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ റിപ്പോർട്ട് ഫോർമാറ്റിലേക്ക് മാറ്റി, അല്ലെങ്കിൽ തീസിസ് ഫോർമാറ്റിലേക്ക് മാറ്റി. ഇത്രയുമാണ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഓരോ സ്റ്റെപ്പും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഓർഡർ ഒക്കെ ചോദിക്കും, അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഹൈപ്പോസിസിന്റെ ടൈപ്സ് ഉണ്ട്, അത് നമ്മൾ പറയും. അപ്പം നമ്മൾ ഈ റിസർച്ച് ഡിസൈനും അതുപോലെ തന്നെ സാമ്പിൾ ഡിസൈനും വീഡിയോ മറ്റൊരെണ്ണം കൂടി ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് സെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ ചോദിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം. എന്നാലും ബാക്കിയുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചാൽ മതി. നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ബാക്കിയുള്ള സ്റ്റെപ്പുകളിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വരത്തുള്ളൂ. എന്നാൽ സെറ്റിന് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും റിസർച്ച് ഡിസൈനും സാമ്പിൾ ഡിസൈനും നമ്മൾ ഒന്നുകൂടി ഡെപ്ത് ആയിട്ട് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. റിസർച്ചിൽ നിന്ന് അധികം പോർഷനുകൾ സെറ്റിന് ചോദിക്കാറില്ല എങ്കിൽ കൂടിയും നമുക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.